होने को शर्फ अज़ीम अता फरमाया। अल्हम्दुलिल्लाह। മക്കളെ സഹോദരന്മാരെ പ്രിയപ്പെട്ട ഉമ്മമാരെ സഹോദരൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ മഹത്തായ അനുഗ്രഹവും കൃപയും കൊണ്ട് ദോഷികളായ സാധുക്കളായ നമ്മെ അവന്റെ ഹബീബും ഇരുലോക നേതാവുമായ ബഹുമാനപ്പെട്ട നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉത്തമ സമുദായത്തിൽ ജനിപ്പിച്ചു. ഈ സമുദായികളാണെന്ന ശ്രേഷ്ഠതയും അഭിമാനബോധവും നൽകിയ അല്ലാഹു തആല നമ്മെ मज़ीद करम किया परवरदिगार ने हम गुनहगार बंदों पर, उसने हमको अपने हबीब की उम्मत के साथ ही साथ अल्लाह ने हमें अपने महबूबीन का ग़ुलाम बनाया और ऐसे दौर में उनकी मायत उनकी सोहबतें भी अल्लाह हम गुनहगारों को अता फरमाए। റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തികളായി അല്ലാഹു തആല നമ്മെ തിരഞ്ഞെടുത്തതിനോടൊപ്പം അല്ലാഹു തആല അവൻ്റെ കാരുണ്യം കൊണ്ട് അവൻ്റെ ഔലിയാക്കളായ മഹാന്മാരുടെ ബന്ധം നൽകി അല്ലാഹു തആല നമ്മെ അനുഗ്രഹിച്ചു. ആ മഹാന്മാരോട് സഹവസിക്കാനും അവരെ കാണാനും അവരുടെ ഹൃദയത്തിലായി വളരാനുമുള്ള തൗഫീഖും അല്ലാഹു തആല നമുക്ക് പ്രദാനം ചെയ്തു. हाज़रीन इकराम, अल्लाह के फज़ल व करम से और उसके हौल व क़ुव्वत से सदक़े में रसूलुल्लाह के तीरों की तवज्जो से एक उन्वान चल रहा है। अल्लाह ताला से हम सबों की दुआ है उसको सही सुनने की हमें तौफ़ीक़ अता फरमाए, सूए फ़हम से हमारी हिफाजत फरमाए, जो सुन रहे हैं उस पर अमल की भी हमें तौफ़ीक़ अता फरमाए। അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഹൗലും ഖുവ്വത്തും കൊണ്ട് അവൻ്റെ ഔദാര്യവും ഫളലും കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദഖയിൽ മഹാന്മാരായ മശായിഖന്മാരുടെ തവജ്ജുഹിലൂടെ നമ്മൾ ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. അല്ലാഹു തആല അതിനെ ശരിയായ വിധത്തിൽ കേൾക്കാൻ, അതിൽ തെറ്റായ ഏതെങ്കിലും ഫഹ്മുകൾ കേടായ നിലക്ക് മനസ്സിലാക്കുന്നതിലൂടെ അല്ലാഹു തആല നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ശരിയായ ഫഹ്മോടുകൂടി കാര്യങ്ങൾ ഗ്രഹിക്കാനും പ്രയോഗത്തിൽ കൊണ്ടുവരാനും അല്ലാഹു തആല നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. अल्लाह वालों ने तुमको बतलाया है, अगर तुमको अल्लाह का महबूब बंदा बनना है, अल्लाह अगर तुमसे दोस्ती का ऐलान करना है, हम दोस्ती का ऐलान करना ये तो आसान है, हर कोई करता है, लेकिन अल्लाह की तरफ से दोस्ती का ऐलान होना ये मामूली बात नहीं। अगर तुमको अल्लाह का दोस्त बनना है, अल्लाह अगर तुम्हें दोस्त बनाना है, उसके लिए चाहिए कि तुम अपने जिस्म को, क़ल्ब को, रूह को और सिर को अल्लाह के मंशा और मर्जी के हिसाब से गुजारे। അള്ളാഹുവിൻ്റെ അയൽക്കാരെ നമുക്ക് മനസ്സിലാക്കി തന്നു. അഥവാ നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ മഹബൂബീങ്ങളായി മാറണമെന്നുണ്ടെങ്കിൽ അള്ളാഹു തആല നിങ്ങളെക്കുറിച്ച് നിങ്ങൾ എൻ്റെ സ്നേഹിതന്മാരാണ്, നിങ്ങൾ എൻ്റെ മഹബൂബീങ്ങളാണ് എന്ന് അള്ളാഹു തആല പറയണമെന്നുണ്ടെങ്കിൽ നമ്മൾ അള്ളാഹുവിനെ കുറിച്ച് അള്ളാഹു എൻ്റെ മഹബൂബാണ്, എൻ്റെ ദോസ്താണ് എന്ന് പറഞ്ഞാൽ അത്ര പ്രയാസമുള്ള ഒരു കാര്യമല്ല. അതാർക്കും വേണമെങ്കിൽ പറയാം അള്ളാഹു എൻ്റെ ചങ്ങായിയാണ്, അള്ളാഹു എൻ്റെ മഹബൂബാണ്. പക്ഷേ അള്ളാഹു തആല പറയാണ് ഇന്നാലിൻ്റെ അടിമ എൻ്റെ മഹബൂബാണ് എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾക്ക് എത്തണം എന്നുണ്ടെങ്കിൽ, അള്ളാഹിൻ്റെ മഹബൂബീങ്ങളായി മാറണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരം, നമ്മുടെ ഖൽബ്, നമ്മുടെ റൂഹ്, നമ്മുടെ സിർ, ഇത് നാലിനെയും അള്ളാഹുവിൻ്റെ താല്പര്യത്തിലും അവരുടെ തൃപ്തിയുമായി ഇതിനെ നമ്മൾ സൂക്ഷിച്ചെങ്കിൽ മാത്രമേ ഈ സ്ഥാനത്തിന് അർഹരായി നമ്മൾ മാറുള്ളൂ. सहाबा कराम रिज़वानुल्लाह ताला अलैहिम अजमईन ये नहीं बोले कि हम अल्लाह के दोस्त हैं, बल्कि अल्लाह ये इरशाद फरमाया रज़ी अल्लाहु अन्हुम व रज़वान, हम इनसे राज़ी हो गए और वो हमसे राज़ी हो गए। औलिया अल्लाह मुखातिब हो रहा है कि मेरा ये वली है, मेरा ये दोस्त है। हमको भी चाहिए कि हम भी वो फहरिस्त में शामिल होना। अगर हमको उस फहरिस्त में शामिल होना है, जिस तरह अल्लाह हमारे जिस्म को चाहता है, क़ल्ब को चाहता है, रूह और सिर को चाहता है, अगर हम ऐन उसी मुताबिक अगर बना लेंगे
अल्लाह का हम पर बड़ा फजल हो जाएगा। മഹാന്മാരായ സ്വഹാബത്ത് റളിയല്ലാഹു തആല അൻഹും അജ്മഈൻ അവർ ഞങ്ങൾ അല്ലാഹുവിന്റെ മഹബൂബികളാണ് എന്ന് പ്രഖ്യാപിക്കുകയല്ല ചെയ്തത്, മറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ കുറിച്ച് പറഞ്ഞു റളിയല്ലാഹു അൻഹും വറദുഅൻ. അവര് അല്ലാഹു തആല അവരെ കൊണ്ട് തൃപ്തിപ്പെട്ടിരിക്കുന്നു, അവര് അല്ലാഹുവിനെ കൊണ്ട് തൃപ്തിപ്പെട്ടവരാണ് എന്ന് പ്രഖ്യാപിച്ചത് അല്ലാഹു തആല. എന്നതുപോലെ അല്ലാഹുവിന്റെ ഔലിയാക്കളെ കുറിച്ച് ഇവർ എൻ്റെ വലിയാണ്, ഇവരെൻ്റെ സ്നേഹിതന്മാരാണ് എന്ന് പറയുന്നത് അള്ളാഹുവാണ്. അള്ളാഹു തആല അവൻ്റെ ഔലിയാക്കളെ കുറിച്ച് പരിചയപ്പെടുത്തിയത് ഇവരെൻ്റെ ഔലിയാക്കളാണ്. ഇങ്ങനെ അള്ളാഹു തആലയാണ് ഔലിയാക്കൾ എന്ന് ഈ ഔലിയാക്കളെ കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ നിലക്ക് അള്ളാഹുവിൻ്റെ മഹബൂബീങ്ങളായി മാറണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ജിസ്മ്, ഖൽബ്, റൂഹ്, സിഹ്ർ എന്നിവയെക്കുറിച്ച് അള്ളാഹു തആല എന്താണോ ഉദ്ദേശിക്കുന്നതെങ്കിൽ ആ ഉദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ അതിനെ മാറ്റിയാൽ അല്ലാഹു തആല പറഞ്ഞ ഈ സന്തോഷ വാർത്തക്ക് നമ്മളും അർഹരായി മാറണം. अल्लाह की दोस्ती के लिए सबसे पहला काम यह है अल्लाह वाले हमको बतलाएं होश बर्तन, हर वक्त हमारी तवज्जो जिक्र पर होना चाहिए, अपनी सांसों पर होना चाहिए, अपने जाहिर और बातिन पर होना चाहिए कि मैं अल्लाह की याद से गाफिल हूँ या जिक्र में लगा हुआ हूँ। अगर हम हर आन दवामन अगर अल्लाह की याद में अगर हम मशगूल रहेंगे, सबसे पहला रास्ता अल्लाह हम पर खोल देगा और अल्लाह हम पर फजल फरमाएगा। നമ്മൾ അള്ളാഹുവിൻ്റെ സ്വന്തക്കാരായി മാറാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ അള്ളാഹിൻ്റെ അധികാരി നമ്മളോട് ആദ്യമായി പറഞ്ഞൊരു കാര്യമാണ് ഹോഷ് ബർത്തൻ. നിങ്ങൾ ശ്വാസത്തിൻ്റെ കാര്യത്തിൽ ബോധവാന്മാരായിരിക്കണം. നിങ്ങൾ വാഹിലും നിങ്ങളുടെ ബാത്തിലും നിങ്ങൾ അള്ളാഹുവിലേക്ക് തന്നെ ശ്രദ്ധിച്ചുകൊണ്ട് അവൻ്റെ ഓർമ്മയിലും അവൻ്റെ വിചാരത്തിലും തന്നെയായി നിലകൊള്ളുന്ന ഒരു അവസ്ഥ നിങ്ങളിൽ ഉണ്ടാക്കിയെടുക്കണം. അങ്ങനെ സദാസമയം അള്ളാഹിൻ്റെ ഓർമ്മയിൽ നിങ്ങൾ നിലകൊണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ഒന്നാമത്തെ വഴിയെ ആ വഴിയിൽ നമ്മൾ വിജയിച്ചവരായി മാറുള്ളൂ. हमारे दो दुश्मन एक नफ्स और एक शैतान, इनकी सारी कोशिश यही रहती है कि ये बंदे को अल्लाह की याद से गाफिल रखा जाए, अल्लाह से दूर रखा जाए, अल्लाह से बाईद रखा जाए। इसके अंदर कभी एहसास पैदा ना हो कि मैं एक मालिक का रखने वाला हूँ, मैं खालिक का रखने वाला हूँ, मैं एक राज़िक का रखने वाला हूँ, बल्कि उसको ऐसे मसरूफियत में ढकेला जाए कि वो बंदे को कभी ये मौका न मिले कि वो अल्लाह की याद में आए, अल्लाह की तरफ पलटे। നമ്മുടെ മുഖ്യ ശത്രുക്കളായ ശൈത്താനും നഫ്സും അവർ എപ്പോഴും പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഈ അടിമയെ എല്ലാ സമയത്തും ഗാഫിലായി അശ്രദ്ധനായി തന്നെ നിലനിർത്തുക എന്നതാണ്. ഒരിക്കൽ പോലും ഇവനിക്കൊരു ഉടമസ്ഥനുണ്ട്, എനിക്കൊരു ഉടമസ്ഥനുണ്ട്, എനിക്ക് ഒരു ഭക്ഷണം നൽകുന്നവനുണ്ട്, എനിക്കൊരു പരമാധികാരിയുണ്ട്, ഞാൻ മറ്റൊരുത്തൻ്റെ കീഴിലാണ് എന്നുള്ള ഈ ബോധം വരാൻ അനുവദിക്കാതെ അള്ളാഹിനെ സംബന്ധിച്ച് എപ്പോഴും അഫലത്തിലും അശ്രദ്ധയിലും തന്നെയായി നിലനിർത്താനാണ് നമ്മുടെ ഈ ശത്രുക്കൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. हमारे कितने दुश्मन? നമ്മൾക്ക് എത്ര ശത്രുക്കളാണ്? इजमालन दो है, सिर्फ दो नहीं है। ചുരുക്കി പറയുമ്പോഴാണ് രണ്ടെണ്ണം, അല്ലെങ്കിൽ വെറും രണ്ടെണ്ണമല്ല. एक नफ्स दूसरा शैतान खत्म, ऐसा नहीं। ഒരു നഫ്സും ഒരു ശൈത്താനും അങ്ങനെ ഇല്ലാന്നറിയാം. एक शैतान नफ्स, उसमें भी 4 किस्म की नुफूस है। ഒരു ശൈത്താൻ നഫ്സ് എന്ന് പറഞ്ഞാൽ നഫ്സിൽ തന്നെ 4 വിധത്തിലുള്ള നഫ്സുകളുണ്ട്. 4 किस्म। एक नफ्स जो आपके जिस्म से ताल्लुक रखता है, एक नफ्स जो आपके खल्ब से ताल्लुक रखता है, एक नफ्स जो आपकी रूह से ताल्लुक रखता है, और एक नफ्स जो आपके सिर से ताल्लुक रखता है। നമ്മൾക്ക് 4 നഫ്സുകളുണ്ട്. ഒരു നഫ്സ് നിങ്ങളുടെ ശരീരവുമായി ബന്ധമുള്ള നഫ്സാണ്, മറ്റൊന്ന് നിങ്ങളുടെ കൽബുമായി ബന്ധപ്പെട്ടുള്ള നഫ്സാണ്, മറ്റൊന്ന് നിങ്ങളുടെ റൂഹുമായി ബന്ധപ്പെട്ടുള്ള നഫ്സാണ്, മറ്റൊന്ന് നിങ്ങളുടെ സിറുമായി ബന്ധമുള്ള നഫ്സാണ്. इसीलिए अल्लाह वालों का क्या मामला है, जरा गौर करें। हम तज़किया भी करें, तस्फिया भी करें, तजलिया भी करें, तहलिया भी करें। അതുകൊണ്ട് അല്ലാഹുവിന്റെ അധികാരം നമുക്ക് പറഞ്ഞത് എന്താണ്? നമ്മൾ തസ്കിയയും ചെയ്യണം, തസ്ഫിയയും ചെയ്യണം, തജ്ലിയയും ചെയ്യണം, തഹ്ലിയയും ചെയ്യണം. तज़किया का ताल्लुक किससे? തസ്കിയയുടെ ബന്ധം എന്തിനോട്? जिस्म से। ശരീരത്തോട്. तस्फिया का ताल्लुक, തസ്കിയയുടെ ബന്ധം, तजलिया का ताल्लुक, തജ്ലിയയുടെ ബന്ധം, तहलिया का ताल्लुक തഹ്ലിയയുടെ ബന്ധം है या नहीं है? അങ്ങനെയാണോ? അല്ലേ? नफ्स कितने किस्म के है? നഫ്സ് എത്ര തരത്തിലുണ്ട്?
तज़किया ये एक उसमें अल्लाह वाले हमको बतला रहे हैं। തസ്കിയ എന്ന് പറഞ്ഞാൽ ഈ ഒന്നിനെ ഇവിടെ അള്ളാഹുവിന്റെ അഭിപ്രായം നമുക്ക് പറഞ്ഞു തരികയാണ്. तज़किया किससे तज़किया? नफ्स से तज़किया। എന്തിനെ തൊട്ടാണ് തസ്കിയ? നഫ്സിന്റെ തസ്കിയ. नफ्स एक नहीं है बल्कि 4 किस्म का नफूस है। നഫ്സ് ഒന്നല്ല, നഫ്സ് 4 തരത്തിലുള്ള നഫ്സുകളുണ്ട്. 3 को दूर करना है, 3 के खिलाफ वर्जी करना है, 1 पर फाइज होकर इस दुनिया से जाना है। 3 ശത്രുത പുലർത്തണം, 3 എതിരായി നമ്മൾ നിൽക്കണം. അങ്ങനെ 3 മാറ്റി നിർത്തി ഒന്നിനെ മേൽ നമ്മൾ വാഹനമാക്കി അതിനെ മേൽ സഞ്ചരിച്ചുകൊണ്ട് നമുക്ക് പോവുകയും ചെയ്യാം. अब दुश्मन है तो 4 को दूर करो, ऐसा नहीं है। 4 ശത്രുവാണ്, 4 ദൂരത്താക്കാൻ എന്താ പറയുന്നത്? अल्लाह क्या चाहता है? तुम 3 के खिलाफ वर्जी करो, 1 पर कायम रहो, तुम मेरी जन्नत में दाखिल हो जाओगे। നിങ്ങൾ 3 എതിര് ചെയ്യുക, അതിന് മാറു കാണിക്കുക, ഒന്നിനെ സ്വന്തക്കാരനാക്കി നിർത്തുക, അതിലായി കൊണ്ട് നിങ്ങൾ എന്റെ അടുക്കിലേക്ക് വരിക, എന്നാൽ എന്റെ സ്വർഗത്തിൽ ഞാൻ നിങ്ങളെ പ്രവേശിപ്പിച്ചോളാം. सबसे पहला जो नफ्स है, ഏറ്റവും ഒന്നാമത്തെ നഫ്സ് नफ्स अम्मारा, അമ്മാറ എന്ന് പറയുന്നത്, जिसका ताल्लुक हमारे जिस्म से, അതിന്റെ ബന്ധം നമ്മുടെ ശരീരത്തോടാണ്. लव्वामा का ताल्लुक हमारे क़ल्ब से, ലവ്വാമയുടെ ബന്ധം നമ്മുടെ കൽബിനോടാണ്. मुल्हिमा का ताल्लुक हमारी रूह से, മുല്ലീമയുടെ ബന്ധം നമ്മുടെ റൂഹിനോടാണ്. मुतमइन्ना का ताल्लुक हमारे सिर से। മുത്തുമൈനയുടെ ബന്ധം നമ്മുടെ സിറിനോടാണ്. अम्मारा, लव्वामा, मुल्हिमा से दूर रहकर मुतमइन्ना पर अगर हम फाइज रहेंगे, इंशाअल्लाह अल्लाह ताला हम सबों को इत्मीनान से इस दुनिया से जाने की अल्लाह हमें तौफीक अता फरमाएगा। അമ്മാറയിൽ നിന്നും ലവ്വാമയിൽ നിന്നും മുല്ലിമയിൽ നിന്നും നമ്മൾ ശുദ്ധരായി അതിന് ഒഴിവായി മുത്തുമൈനയെ നമ്മൾ സ്വീകരിച്ചു കഴിഞ്ഞാൽ ഇവിടുന്ന് സമാധാനികളായിക്കൊണ്ട് അല്ലാഹുവിലേക്ക് പോകാൻ നമുക്ക് സാധ്യമാകുന്നതാണ്. अल्लाह क्या इरशाद फरमा रहा है नफ्स के मुतालिक? नफ्स बहुत बुरा है, इन्ना नफ्स लअम्मारतुम बिस्सू। നഫ്സിനെ കുറിച്ച് ആദ്യം പരിചയപ്പെടുത്തിയ അല്ലാഹു തആല ഇന്ന നഫ്സ ലഅമ്മാറത്തും ബിസ്സൂ. नफ्स अम्मारा किससे ताल्लुक रखता है? ഈ നഫ്സ് അമ്മാറയുടെ ബന്ധം എന്തിനോടാണ്? जिस्म से। ये नफ्स का काम क्या है? ഈ നഫ്സിന്റെ പണി എന്താണ്? बंदे को ख्वाहिशात में, लज्जात में मसरूफ कर दे। ഈ അടിമയെ ആഗ്രഹങ്ങളിലും രസങ്ങളിലും തെറ്റുകളിലും തന്നെയായി അകപ്പെടുത്തുക എന്നുള്ളതാണ്. अमल से दूर करे। അമലിനെ തൊട്ട് അകറ്റി നിർത്തുക. दूसरा जो दुश्मन शैतान, उसका काम हमारे अमाल का चोर हमको लज्जात में ढकेलने वाला नहीं, बल्कि वो हमारे अकीदे के पीछे मेहनत, हमको बदअकीदा बना दे, हमारे अकीदे का डाकू। രണ്ടാമത്തെ നമ്മളെ ശത്രു ശൈത്താനാണ്. അവൻ നമ്മളെ അമലിനെ നാശാക്കിയ അല്ലെങ്കിൽ വേണ്ട രസങ്ങളിലും കുറ്റങ്ങളിലും അകപ്പെടുത്തുക ചെയ്യുക എന്നുള്ളതല്ല അവന്റെ പണി. മറിച്ച് അവൻ ചെയ്യുന്നത് എന്താണ്? നമ്മളെ അഖീദയെ തകരാറാക്കുക, നമ്മുടെ വിശ്വാസത്തിൽ താറുമാറാക്കുക, അതിൽ കുഴപ്പമുണ്ടാക്കുക എന്നുള്ളതാണ് ശൈത്താൻ ചെയ്യുന്ന പണി. जिक्र में है गाफिल है, നിങ്ങൾ ദിക്റിലാണോ ഗാഫിലാണോ? जिक्र में है गाफिल है। ദിക്റിലാണോ ഗാഫിലാണോ? इतना स्पेशल मास्टर है, उसके बारे में सुनते वक्त ही उन्हें गाफिल कर देता कभी। അവനെത്ര സ്പെഷ്യലായ മാസ്റ്ററാണ്, അവനെ കുറിച്ച് പറയാൻ തുടങ്ങിയ അപ്പോൾ ഗാഫിലാവും. ऐसा हो रहा है या नहीं? ആണെന്നില്ലേ? अल्लाह का फजल है, अल्लाह हमको मुजाहिदा करने वाले लोगों के से जोड़ा है, तो हम भी ज़रा मुजाहिदा करना, उसके खिलाफ अल्लाह आसानियाँ पैदा फरमाएगा। അല്ലാഹു തആല അവന്റെ പദവി കൊണ്ട് അവനെതിരെ മുജാഹദ ചെയ്യുന്ന പരിശ്രമിക്കുന്ന ആളുകളോടൊപ്പമാണ് അല്ലാഹു നമ്മളെ ചേർത്തിട്ടുള്ളതെങ്കിൽ നമ്മളും കുറച്ചൊക്കെ അവനെ എതിരെ മുജാഹദ ചെയ്യാൻ പരിശ്രമിക്കണം. जिस्म से जो मुताल्लिक जो नफ्स है, वो उसका काम क्या है? हमारे जिस्म को अल्लाह के खिलाफ वर्जी में
गुजर बसर करवाता रहे। നമ്മുടെ ശരീരത്തോട് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന നഫ്സ് അത് അള്ളാഹുവിന്റെ കൽപ്പനകൾക്ക് എതിരായി പ്രവർത്തിക്കുന്നതിൽ തന്നെ നമ്മളെ വ്യാപൃതരാക്കുകയാണ് ചെയ്യുന്നത്. क्या है, हमारे आंख को अल्लाह के खिलाफ इस्तेमाल करवाने लगाता है। നമ്മുടെ കണ്ണിനെ അള്ളാഹുവിന്റെ കൽപ്പനയ്ക്ക് എതിരിൽ ഉപയോഗിക്കുന്നവരാണ്. हमारे कान को, हमारे हाथ को, हमारे आज़ा व जवारे को, हर वो चीज को अल्लाह के खिलाफ इस्तेमाल करने में इस्तेमाल करवाता है। നമ്മുടെ കണ്ണാകട്ടെ, നമ്മുടെ കാതാകട്ടെ, നമ്മുടെ വായയാകട്ടെ, കയ്യോ കാല്, ഇതിനൊക്കെ ഏതൊക്കെ അളവുകൾ നമ്മുടെ അവയവങ്ങളുണ്ടോ ഇതിനൊക്കെ അള്ളാഹു തആലയുടെ കൽപ്പനയ്ക്ക് എതിരായി ഉപയോഗിക്കുന്നതിൽ തന്നെ നമ്മളെ അകപ്പെടുത്തുക എന്നുള്ള പണിയാണ് ചെയ്യുന്നത്. अल्लाह की राह में इबादत करने से रोकता है। അള്ളാഹുവിന്റെ ഇഷ്ടത്തിന് ഇബാദത്ത് ചെയ്യുന്നത് നമ്മളെ തടയും. अमाल करने से आपके अंदर कोताही पैदा करवाता है। അമലുകൾ ചെയ്യുന്ന രംഗത്ത് നിങ്ങളോട് തകരാറ്, കുഴപ്പവും മടിപൊളിച്ചുകൾ ഉണ്ടാക്കും. अब किसी के अंदर से ये कोताही खत्म हो गई, अमाल भी कर रहा है, गुनाहों से ही बच रहा है, लज्जात से ही बच गया, तो उसका नफ्स पाक हुआ या नहीं? അപ്പോൾ ഒരാൾ ഈ അമലുകളൊക്കെ ചെയ്യാൻ തുടങ്ങി, ഈ ദോഷങ്ങളിൽ നിന്നും കുറ്റങ്ങളിൽ നിന്നൊക്കെ ഒഴിവായി ഇതുപോലത്തെ ആനന്ദത്തിനും രസത്തിനും ആറാടുന്നൊക്കെ മാറ്റി നിർത്തിയാൽ അവൻ നഫ്സിന്റെ തകരാറിന് രക്ഷപ്പെട്ടവനായോ ഇല്ലേ? बोलिए, पाक होता है या नहीं होता? അവൻ ശുദ്ധനായോ ഇല്ലേ? आवाज नहीं आ रही। नहीं होता पाक, ശുദ്ധിയാവൂല. वजह ये है उसकी। അതിന് കാരണം എന്താണ്? आप देखिए गैर मुसलमान में भी നിങ്ങൾ നോക്കി മുസൽമാൻ അല്ലാത്തതായ ഒരാള് नमाज नहीं पढ़ रहे हैं वो लोग, നിസ്കരിക്കുണ്ടാവില്ല. हम नमाज पढ़ रहे हैं। നമ്മൾ നിസ്കരിക്കുന്നു. पूरे कुफार, ऐसा मैं नहीं कह रहा हूँ, कुछ लोग हैं എല്ലാ കാഫികളെ പറ്റി എന്താ പറയുക? ചില കാഫികളാണ്. वो क्या है, हर वो बुरी आदत से महफूज रखते हैं खुद को। എല്ലാ ചീത്തയായ ആഗ്രഹങ്ങളും പതിവുകളും ഒക്കെ രക്ഷപ്പെട്ടവരായി. वो अच्छे काम भी करते हैं, അവർ നല്ല പണികളും ചെയ്യും. हर गुनाह से खुद को बचाते हैं। ദോഷങ്ങളായി നമ്മൾ പറയുന്നതൊക്കെ അവർ രക്ഷപ്പെട്ടവരായി. उनके इल्म में जो है അവരറിയുന്നതൊക്കെ हमको देखने में भी महसूस होता है। നമുക്കത് കണ്ടാലും മനസ്സിലാവും. अब क्या है, क्या वो मुज़क्का हो गए हैं? क्या हो അവരൊക്കെ ഇപ്പൊ മുസക്കയാണെന്ന് പറയാൻ പറ്റുമോ? मुज़क्का हो गए? അവർ മുസക്കയാണോ? അവർ ശുദ്ധിയായവരാണോ? नहीं होते। അതിൽ പെടൂല. अब आप मुसलमान हैं, अल्हम्दुलिल्लाह, विरासत में अल्लाह हमको इस्लाम की नेमत बदौलत सदक़े में रसूलुल्लाह के अता फरमाया। നിങ്ങൾ അള്ളാഹുവിന്റെ പദവിയുള്ള മുസ്ലിമീങ്ങളാണ്. അള്ളാഹു തആല പരമ്പരാഗതമായി അനന്തരമായി പരിശുദ്ധ ഇസ്ലാമിൽ നേമത്ത് നൽകി അള്ളാഹു നമ്മളെ അനുഗ്രഹിച്ചിരിക്കുകയാണ്. ख्वाहिशात व लज़्ज़ात से आप महफूज हो गए। നിങ്ങളുടെ ആഗ്രഹങ്ങൾ, രസങ്ങളിൽ നിന്നൊക്കെ നിങ്ങൾ രക്ഷപ്പെട്ടു. आप अपने आज़ा व जवारे को महफूज कर लिए। നിങ്ങളുടെ അവയവങ്ങളൊക്കെ അതിനെ തൊട്ട് നിങ്ങൾ രക്ഷപ്പെടുത്തി. आप इबादत में भी मसरूफ हो गए। നിങ്ങളുടെ ഇബാദത്തിലും ജോലിയായി. तब भी मुज़क्का नहीं हुआ है नफ्स। അപ്പോഴും നഫ്സ് ശുദ്ധമായിട്ടില്ല. अगर कोई ये कह रहा है अल्हम्दुलिल्लाह मुज़क्का हो गया है इस हिसाब से, तो गलत फहमी में। ആരെങ്കിലും മനസ്സിലാക്കുകയാണ് അൽഹംദുലില്ലാഹ് ഇപ്പൊ എന്റെ നഫ്സ് ശുദ്ധീകരിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് മനസ്സിലാക്കിയാൽ അയാളുടെ തെറ്റിദ്ധാരണയിലാണുള്ളത്. ये बोलिए आप, अल्लाह का फजल है, अल्लाह ताला हमको हमारे शयूख के जरिए कुछ इल्म भी अता फरमाया है। നിങ്ങൾ പറയും അല്ലാഹു തആല അവന്റെ ഫضലുകൾ മശായിഖന്മാരിലൂടെ കുറച്ച് ഇൽമുകൾ നമുക്ക് നൽകിയിട്ടുണ്ട്. इल्म दिया नहीं दिया? ഇൽമു നൽകിയോ ഇല്ലേ? क्या है, गुनाहों से बचना, नेक अमाल करना, ये सब क्या है? जिस्म का तक़वा है। നമ്മള് ഈ ദോഷങ്ങൾ രക്ഷപ്പെടുക, നന്മകൾ ചെയ്യുക എന്നൊക്കെ പറഞ്ഞ് കൽപ്പിച്ച കാര്യങ്ങൾ ചെയ്യുക എന്നൊക്കെ പറഞ്ഞത് ശരീരത്തിന്റെ തഖ്വയാണ് ഈ പറഞ്ഞത്. कोई सिर्फ तक़वा इख्तियार करके क्या उन्हें मुत्तकी बन सकता है? ആരെങ്കിലും ഒരാൾ ഈ തഖ്വന്റെ കാര്യങ്ങൾ മാത്രം ചെയ്തതുകൊണ്ട് മുത്തഖിയായി മാറോ? कोई सिर्फ तक़वा इख्तियार करके क्या वो जिस्म को मुज़क्का कर सकता है? ഈ തഖ്വ മാത്രം ചെയ്തുകൊണ്ട് ഒരാൾ മുസക്കയായി മാറുമെന്നാണോ നിങ്ങൾ മനസ്സിലാക്കി? बोलिए, അങ്ങനെയാണോ? नहीं बन सकता। ആവാൻ കഴിയില്ല. वजह यह है उसकी, കാരണം എന്താണ്? जिस्म के ताल्लुक, जिस्म से जो ताल्लुक रखने वाला एक शिर्क भी है, ഈ ശരീരത്തോട് ബന്ധപ്പെട്ട ഒരു ശിർക്കുമുണ്ട്. जिसको अल्लाह वाले इस्तिलाह में कहते हैं शिर्क जली। അതിൽ അല്ലാഹുവിന്റെ അഹലുകാർ ഇസ്തിലാഹിൽ ശിർക്ക് ജലി എന്നാണ് പറയുന്നത്. वो शिर्क जली जब तक हमारे अंदर से दूर नहीं होगा, आप लाख मुत्तकी बन जाओ, तब भी आपका नफ्स मुज़क्का नहीं हुआ है जिस्म से ताल्लुक रखने वाला। നിങ്ങൾ എത്ര ലക്ഷക്കണക്കിന്
തഖ്വന്റെ കാര്യങ്ങൾ പറഞ്ഞാലും ചെയ്താലും ശരി, നിങ്ങളുടെ ശരീരത്തോട് ബന്ധപ്പെട്ട ഈ ശിർക്കിനെ നിങ്ങൾ ഒഴിവാക്കിയിട്ടില്ല എങ്കിൽ നിങ്ങൾ ഒരിക്കലും നഫ്സ് ശുദ്ധീകരിച്ച ആളുകളുടെ കൂട്ടത്തിൽ പെടില്ല. नफ्स को अगर मुज़क्का करना है, सबसे पहले जिस्म से जो ताल्लुक रखता है शिर्क के जली, उसको हम खत्म करना. നമ്മുടെ നഫ്സിനെ ശുദ്ധീകരിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളതെങ്കിൽ ഈ നഫ്സിനോട് ഈ ശരീരത്തോട് ബന്ധപ്പെടുന്ന शिर्क ഏതാണോ ആ शिर्किൽ നിന്നാണ് ഏറ്റവും ആദ്യമായിട്ട് ശുദ്ധരാകേണ്ടത്. शिर्क के जली जब तक खत्म नहीं होगा, आप गुनाहों से बचते रहेंगे, हर वो चीज से बचेंगे, अमल भी करेंगे, तब भी आप नफ्स के गुलाम. നിങ്ങൾ ഈ ജലിയായ शिर्किൽ നിന്ന് രക്ഷപ്പെടാതെ നിങ്ങൾ ദോഷങ്ങളിൽ നിന്ന് ഒഴിവായി നന്മകളൊക്കെ ചെയ്തു അതൊക്കെ പ്രവർത്തിച്ചാലും നിങ്ങൾ നഫ്സിന്റെ അടിമയാണ് എന്ന് തന്നെ പറയുള്ളൂ. അങ്ങനെയാണോ അല്ലേ? शिर्क आपके अंदर रहेगा. बदलाइए, नमाज जो आप पढ़ रहे हैं, शिर्क को आप रख के अगर पढ़ रहे हैं तो क्या वो नमाज अदा कबूल होगी या सिर्फ सूरत तक महदूद रहेगी? നിങ്ങൾ ഈ ശിർക്ക് ഉള്ളിൽ വെച്ചുകൊണ്ട് ശിർക്കിനെ കളയാതെ അഥവാ നിസ്കരിക്കുകയാണെങ്കിൽ ആ നിസ്കാരം സ്വീകാര്യമാക്കുമോ അതല്ല അതുപോലെ നിസ്കാരത്തിന് ഒരു കോലം മാത്രമേ ആവുകയുള്ളൂ? उलमा हमको इल्म ज़ाहिर के हिसाब से बताते हैं, नमाज अदा हो जाती है. പക്ഷെ നമ്മൾ നിസ്കാരം അതാവുന്നു. अदा का इनकार नहीं है, वो अदा की होना सूरत है. वो അതാവുന്ന നിഷേധിക്കുന്നില്ല. അതാ എന്ന് പറയുന്നത് രൂപത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഈ അതായിട്ടുള്ളത്. कबूलियत का मुकाम अल्लाह देगा क्या? അള്ളാഹുക്കാല സ്വീകാര്യതയുടെ അവസ്ഥ നൽകുമോ? बंदा इतनी मेहनत से टाइम निकाल के मेरे पास आ रहा है, अदा कर लिहाजा मैं इसको कबूल करूं, शिर्क रहो चलता. ഈ അടിമ ഇത്രയും കഷ്ടപ്പെട്ടുകൊണ്ട് എന്റെ മുമ്പിൽ വന്നുകൊണ്ട് ചെയ്തതായ ഒരു കാര്യമാണ്, അതുകൊണ്ട് നമ്മളിപ്പോൾ സ്വീകരിക്കുക, അവനൊരു ശിർക്കുണ്ടെങ്കിലും കുഴപ്പമില്ല, അങ്ങനെ തീരുമാനമുണ്ടോ? अल्लाह को इस इबादत पहले तो होना ही नहीं है. അള്ളാഹുക്കാല അങ്ങനത്തെ ഇബാദത്ത് ആദ്യം ആവശ്യം തന്നെ. अल्लाह को इस इबादत पसंद ही नहीं है. അള്ളാഹുക്കാല അങ്ങനത്തെ ഇബാദത്ത് തീരെ ഇഷ്ടമല്ല. अजर मिल जाएगा, कोई शक नहीं है उसमें, അജർ കിട്ടുന്നൊക്കെ പറയാം, लेकिन സംശയമില്ല. कबूलियत का मुकाम अल्लाह अता नहीं फरमाएगा. അള്ളാഹുക്കാല അതിന് സ്വീകാര്യത നൽകൂല. वो नमाज ही नहीं है. वो ആ നിസ്കാരം ഒരു നിസ്കാരേ അല്ല. जो अल्लाह के साथ किसी और को भी हम शरीक करके इबादत कर रहे हैं. നമ്മൾ അള്ളാഹുവിനോടൊപ്പം മറ്റുള്ളവരെ കൂടി പങ്കാളികളാക്കിക്കൊണ്ടിരിക്കുന്ന ഇബാദത്തിന് ഒരു സ്ഥാനവുമില്ല. शिर्क जली जो जिस्म से ताल्लुक रखता है, क्या है वो शिर्क? ഈ ശരീരത്തിനോട് ബന്ധപ്പെട്ട ശിർക്ക് ജലി എന്ന് പറയുന്ന ആ ശിർക്ക് ഏതാണ്? शिर्क जली अल्लाह वाले हमको बता दे, खुला शिर्क. ശിർക്ക് ജലി എന്ന് പറയുന്നത് നേരെ അർത്ഥം എന്താണ്? വ്യക്തമായ ശിർക്ക് എന്നാണ്. खुला शिर्क क्या है? എന്താണ് ഈ വ്യക്തമായ ശിർക്ക്? जो जिस्म से ताल्लुक रखता है. ശരീരത്തോട് ബന്ധപ്പെട്ട ശിർക്ക് എന്ന് പറയുന്നത് वो ये है कि अल्लाह के माबूद रखते हुए किसी और को भी हम माबूद समझना. അള്ളാഹുവിനെ മഹബൂദായതിനോട് കൂടി ആ മഹബൂദിയത്തിൽ മറ്റൊരാളെ കൂടി പങ്കാക്കലാണ് ശിർക്ക് എന്ന് പറയുന്നത്. अल्लाह को माबूद जानते हुए समझते हुए उसके माबूदियत में किसी और को भी हम शरीक करना. അള്ളാഹുവിനെ മഹബൂദായി മനസ്സിലാക്കിയ മഹബൂദിയത്തിൽ വേറൊരാളെ കൂടി പങ്കാക്കിയാൽ അത് ശിർക്കാണ്, ശരിയായ शिर्क हो रहा है या नहीं? ഇത് ശിർക്കാണോ അല്ലേ? ये सुनने के बाद हमारे अंदर से कैफियत पता, अल्हम्दुलिल्लाह ये शिर्क तो मेरे पास नहीं है. ഇത് കേട്ടാൽ നമ്മുടെ ഉള്ളിലൊക്കെ സന്തോഷമാവും, അൽഹംദുലില്ലാ ഈ ശിർക്ക് ഏതായാലും എന്റെ ഉള്ളിൽ ഇല്ല. क्यों मैं अल्लाह को ही माबूद समझता हूँ, उसके अलावा मैं किसी की इबादत करता ही नहीं. ഞാൻ അള്ളാഹുവിനെ മാത്രമേ മഹബൂദായി മനസ്സിലാക്കുന്നുള്ളൂ, ഞാൻ മറ്റൊരാളെ ഇബാദത്ത് ചെയ്യുന്നേ ഇല്ല. अब इबादत तो किसी और की नहीं कर रहा है, लेकिन जरा और कर. तू जिसकी इबादत कर रहा है, क्या तू उसको जानकर इबादत कर रहा है या नहीं कर रहा है? നിങ്ങളിപ്പോൾ ഇബാദത്ത് അള്ളാഹുവിനെ തന്നെയാണ് ചെയ്യുന്നത് പറയുന്നുണ്ട്, എന്നാൽ നിങ്ങൾ ഏതൊരുത്തന്നെ ഇബാദത്ത് ചെയ്യുന്നു എന്ന് പറയുന്നു, അവന്റെ ആ ഇബാദത്തിന് അറിഞ്ഞുകൊണ്ട് തന്നെയാണോ നിങ്ങൾ ഇബാദത്ത് ചെയ്യുന്നത്, അതല്ലാതെ അറിയാനുള്ള ഇബാദത്താണ്? जानने का कोई ताल्लुक ही नहीं है. हमारा ये मामला है, मेरा बाप भी उसकी इबादत कर रहा, मेरा दादा भी उसकी इबादत कर, लिहाजा मैं भी उसकी इबादत कर रहा हूँ. നമുക്ക് അറിയലിനോടോ മനസ്സിലാക്കലോടൊന്നും യാതൊരു ബന്ധവുമില്ല. നമ്മുടെ കാഴ്ചപ്പാട് എന്തേ ഉള്ളൂ, എന്റെ വാപ്പിയും ഈ അള്ളാഹാണ് ഇബാദത്ത് ചെയ്തത്, അതുകൊണ്ട് ഞാനും അവനെ ഇബാദത്ത് ചെയ്യുള്ളൂ. എന്റെ വല്യപ്പിയും ഈ അള്ളാഹാണ് ഇബാദത്ത് ചെയ്തിട്ടുള്ളത്, അതുകൊണ്ട് ഞാനും ഈ അള്ളാഹ്ക്ക് ഇബാദത്ത് ചെയ്യുക എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഇബാദത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. हम ना बाप पे ईमान लाए ना दादा पे ईमान लाए, हम अल्लाह की जात पर ईमान लाए. നമ്മൾ വാപ്പാന്റെ മേലെ ഈമാൻ കൊണ്ടുവന്നിട്ടില്ല, വല്യപ്പാന്റെ മേലെ ഈമാൻ കൊണ്ടുവന്നിട്ടില്ല. നമ്മള് അള്ളാഹിന്റെ ദാത്തിലാണ് വിശ്വസിച്ചത്, അവനാണ് താഴെപ്പെട്ടാണ് നമ്മൾ വിശ്വസിച്ചത്. बाप अल्लाह की बात करते थे, दादा अल्लाह की बात करते थे. जब तू इबादत कर रहा है तो ये जान, ये सोच, जब वो लोग इबादत करते थे मैं इसीलिए इबादत कर रहा हूँ, तो मैं क्यों इबादत कर रहा हूँ उस रब की?
വാപ്പ അള്ളാഹ് ഇബാദത്ത് ചെയ്തിരുന്നു, വല്യപ്പ ഇബാദത്ത് ചെയ്തിരുന്നു, അതൊക്കെ അവിടെ ഇരിക്കട്ടെ. നീ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുമ്പോൾ നീ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്നത് ഏത് ആവശ്യത്തിന് വേണ്ടിയാണ്? എന്താണ് അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്ന രംഗത്ത് നീ മനസ്സിലാക്കിയിട്ടുണ്ട്? अल्लाह को तखलीद पसंद नहीं है, तहकीक पसंद है. അള്ളാഹു തആലക്ക് ഇവിടെ അനുകരണം ഇഷ്ടമല്ല, അള്ളാഹു തആലയുടെ തഹ്ഖീഖ് അനുഭവമാണ് വേണ്ടത്. आज क्या है हमारा मामला, इसको नहीं जानने की वजह से ഇത് അറിയാത്തതിനാൽ നമ്മുടെ അവസ്ഥ എന്താണ്? हम धोखे में है या नहीं है? നമ്മൾ വഞ്ചനയിലാണോ അല്ലേ? मैं किसी और की बात नहीं करता, मैं अल्लाह की बात कर रहा हूँ. ഞാൻ മറ്റൊരുത്തനെയും ആരാധിക്കുന്നില്ല, ഞാൻ അള്ളാഹുവിനെ ആരാധിക്കുന്നുള്ളൂ എന്നാണ് നമ്മുടെ പക്ഷം. इबादत तो अल्लाह की कर रहे हैं, ഇബാദത്ത് നിങ്ങൾ അള്ളാഹുവിനെ ചെയ്യുന്നുള്ളൂ. माबूद अल्लाह को जान रहे हैं, മഅബൂദ് അള്ളാഹുവാണെന്ന് അറിയുന്നുണ്ട്, अल्लाह को बोल रहे हैं, അള്ളാഹുവാണ് മഅബൂദ് പറയുന്നുണ്ട്. लेकिन माबूदियत के कमाल को किसी और में भी हम देख रहे हैं. പക്ഷെ മഅബൂദാകുന്നവരുടെ അവരുടെ കമാൽ നമ്മൾ മറ്റുള്ളവർക്ക് വെച്ചു കൊടുത്തിട്ടാണ്. इबादत के लिए वो उसके कमाल को इस्तेमाल करने के लिए कोई और, ये गलत. മഅബൂദിന് വേണ്ടി അള്ളാഹു, ഇബാദത്ത് ചെയ്യാൻ അള്ളാഹു, എന്നാൽ ഇബാദത്ത് ആർക്കാണോ ചെയ്യുന്നവനെങ്കിൽ ആ ഇബാദത്ത് ചെയ്യപ്പെടുന്നവനുണ്ടാകേണ്ട കമാലുകൾ, പ്രത്യേകതകളേതോ ആ പ്രത്യേകതകൾ മറ്റു പലർക്കും വെച്ചു കൊടുത്തുകൊണ്ട് അവരിലൂടെ അത് അനുഭവിക്കുകയും ചെയ്യാം. इबादत के लिए वो याद आ रहा है, दूसरे चीजों के लिए कोई और याद आ रहा है. हम ये के लिए भी कह रहे हैं मैं उसकी बात कर रहा हूँ, तो फिर फायदा क्या है वो इबादत का? ഇബാദത്തിന്റെ സമയത്ത് അവനെ ഓർമ്മ വരുന്നു, ഇബാദത്തല്ലാത്ത ആ ഇബാദത്താകുന്നവൻ മഅബൂദിന്റെ കമാലിന്റെ കാര്യം വരുമ്പോൾ, പ്രത്യേകതയുടെ കാര്യം വരുമ്പോൾ അതിന് വേറുള്ളവർ ഓർമ്മ വരുന്നെങ്കിൽ പിന്നെ അങ്ങനെ ചെയ്യുന്ന ഇബാദത്തോട് എന്ത് പ്രയോജനം ഉണ്ടാകും? इबादत के लिए अल्लाह, लेकिन पैदा करने का जब मामला आया खालिक का, तो हम तवज्जो किसकी तरफ जा रही है? നമ്മള് ഇബാദത്ത് അള്ളാഹുക്കാന്ന് പറഞ്ഞു, എന്നാൽ നമ്മളെ സൃഷ്ടിക്കുന്ന ഖാലിഖ് എന്നുള്ള കാര്യം പറയുകയാണെങ്കിൽ ആ കാര്യത്തിൽ നമ്മൾ ആരെ കുറിച്ചാണ് പറയാൻ മനസ്സിലാക്കേണ്ടത്? किसकी तरफ जा रही है? നമ്മുടെ ശ്രദ്ധ ആരിലേക്കാണ് പോകേണ്ടത്? अल्लाह पैदा किया, खालिक वो है या कोई और खालिक है हमारा? നമ്മളെ ഖാലിഖ് അള്ളാഹു ആണോ അല്ല ഖാലിഖ് വേറെ ആരെങ്കിലും ആണോ? नहीं, इधर सिर्फ खाली ला इलाहा इल्लल्लाह, अल्लाह के सिवा कोई माबूद, वो माबूद है, खालिक का जिक्र ही नहीं है उधर. നമ്മൾ പറയുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ അല്ലാഹുവിനകത്ത് മഅബൂദ് അല്ലാതെ പറയേണ്ടതുള്ളൂ. അല്ലാഹുവിനകത്ത് ഒരു ഖാലിഖ് അല്ലാതെ പറയുമ്പോൾ പറഞ്ഞിട്ടില്ലല്ലോ, അതുകൊണ്ട് മഅബൂദിന് ഒരു ബന്ധമൊന്നുമില്ലല്ലോ. खालिक का जिक्र है, माबूद का जिक्र है कलीमे में. എനിമയുള്ള ചർച്ച മഅബൂദിനെ കുറിച്ചല്ലേ ഉള്ളൂ. खालिक का जिक्र कहाँ है? ഖാലിഖിനെ കുറിച്ചുള്ള ചർച്ച, मालिक का जिक्र कहाँ है? മാലിക് ആണെന്നുള്ള ചർച്ച എവിടെ? राज़िक का जिक्र कहाँ है? റാസിഖ് ആണെന്നുള്ള ചർച്ച എവിടെ? हाकिम का जिक्र कहाँ है? ഹാക്കിം ആണെന്നുള്ള ചർച്ച എവിടെ? इसीलिए मैं दूसरों से मांग रहा, अल्लाह माबूद, മഅബൂദ് അല്ലാഹുവാണ്, പക്ഷേ ഈ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു സ്വീകരിക്കുന്നു. अल्लाह हमको अक्ल सलीम अता फरमाए. അല്ലാഹു തന്നെ നമുക്ക് സുരക്ഷിതമായ ബുദ്ധി നൽകട്ടെ. जरा मुहासबा करना, हम നമ്മൾ നമ്മളെ കുറിച്ച് പരിശോധന നടത്തണം. अल्लाह को हम सिर्फ माबूद जान रहे हैं, അള്ളാഹിനെ കുറിച്ച് നമ്മൾ മഅബൂദായി മനസ്സിലാക്കുന്നു. जान रहे या नहीं जान रहे वो भी അത് നമ്മൾ അറിയുന്നുണ്ടോ ഇല്ലേ? जानकर उसकी इबादत कर रहे हैं. അങ്ങനെ അറിഞ്ഞിട്ടല്ല അവൻ ഇബാദത്ത് ചെയ്യുന്നത്. लेकिन रब, എന്നാ റബ്ബ്, रब कौन? റബ്ബാരാണ്. देखिए अल्लाह भी क्या अंदाज इस्तेमाल कर रहा है, रसूलुल्लाह हमको बतला रहे हैं. जब बंदा खबर में पूछता है, वजन हमेशा इरशाद फरमाते हैं तुम्हारा माबूद कौन है, ये सवाल नहीं होगा, मन रब्बुका तुम्हारा तुमसे सवाल होगा. അള്ളാഹു തന്നെ സ്വീകരിച്ച നിലപാട് എങ്ങനെയെന്ന് നമ്മൾ നോക്കി. നമ്മുടെ ജീവിതകാലം കൊണ്ട് പറഞ്ഞുകൊണ്ടിരുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാതെ ഇലാഹില്ല, അള്ളാഹു അല്ലാതെ മഅബൂദില്ല. അള്ളാഹിനെ കുറിച്ച് പഠിച്ചതൊക്കെ എന്താണ്? അള്ളാഹു മഅബൂദാണുള്ളത് പഠിച്ചു പോയിട്ടുള്ളൂ. പക്ഷെ ഖബറിലെത്തിയിട്ട് ആദ്യം ചോദിക്കുന്ന സാധാരണ പറയാറുണ്ട്, നിങ്ങളെ ഇലാഹ ആരാണ്, നിങ്ങളെ മഅബൂദ് ആരാണെന്ന് എൻ്റെ ചോദ്യം. അള്ളാഹു തന്നെ ചോദിക്കുക നിങ്ങളുടെ റബ്ബ് ആരാണ്. है या नहीं है? അങ്ങനെയാണോ അല്ലേ? अगर कोई फरिश्ता हमसे कहा मन रब्बुका, तेरा रब कौन है, നമ്മളോട് മലക്കുകൾ ചോദിക്കണം മൻ റബ്ബുക, നിന്റെ റബ്ബ് ആരാണ്? नऊजुबिल्लाह सुम्मा नऊजुबिल्लाह, हम अगर ये बोल दिए मेरा रब गणेश है, നഊദു ബില്ലാഹി സുമ്മ നഊദു ബില്ലാഹി, നമ്മൾ പറയാണ് നിന്റെ റബ്ബ് ഗണേശാണ്, मेरा रब शंकर है, നിന്റെ റബ്ബ് ശങ്കരനാണ്. कुछ भी निकल गया मुंह से बोल दिए, अल्लाह हमें हजार में नहीं, लाख नहीं, करोड़ मरतबा इससे महफूज रखे. അല്ലാഹു തആല ഒരു വട്ടമല്ല, ആയിരം വട്ടമല്ല, ലക്ഷക്കണക്കിന് പ്രാവശ്യം നമ്മൾ പറയണം അല്ലാഹു തആല നമ്മളെ കാത്തിരക്ഷിക്കണം. अगर कोई ये कह दे അങ്ങനെ ഒരാൾ പറഞ്ഞാൽ तो क्या होगा? അതെന്താണ് സംഭവിച്ചത്? जन्नत है या दोज़ख है? അവർക്ക് നരകമല്ല സുഖം. बोलिए.
देखो ये बोल रहा बेवकूफ, माबूद के ताल्लुक से पूछे तो अल्लाह बोलूंगा, रब के ताल्लुक से कुछ भी बोल सकता हूँ ना। മഹബൂദിനെ കുറിച്ച് ചോദിച്ചില്ലെങ്കിൽ അള്ളാഹ് പറഞ്ഞ നിർബന്ധമുള്ള പോകണം, അതൊക്കെ അതിന് ശക്തി തരും. വേറെ എന്തെങ്കിലുമൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ പറഞ്ഞോളാം, എന്താ നിർബന്ധം? എനിക്കൊന്നും പറഞ്ഞൂടെ? कुछ भी बोल सकते हैं, എന്തും പറയാൻ പറ്റുമല്ലോ. देखो कलीमे का अंदाज भी देखो, ला इलाहा इल्लल्लाह क्या माना है उसका? നിങ്ങൾ കലിമന്തി പിരിഞ്ഞു നോക്കിയാൽ അർത്ഥം എന്താണ്? ലാ ഇലാഹ ഇല്ലല്ലാഹ്. नहीं है कोई माबूद, ഒരു വസ്തുവും മഅബൂദല്ല, ഒന്നും മഅബൂദല്ല सिवाय अल्लाह के। അല്ലാഹു ഒഴികെ. अब जब रब का ताल्लुक होता तो मैं कुछ भी बोल सकता हूँ, जब माबूद का जब सवाल आया तो अल्लाह को बोलूंगा। എലിമേലും പഠിപ്പിച്ചത് എത്രയേ ഉള്ളൂ? മഅബൂദ് അല്ലാഹ് ഇല്ല എന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ ആ കാര്യത്തിൽ മഅബൂദ് ആരെന്ന് ചോദിച്ചാൽ അല്ലാഹ് വേറെ ആരെയും പറയാൻ പറ്റില്ല. റബ്ബിന്റെ കാര്യത്തിൽ എനിക്ക് ആരും വേണമെങ്കിൽ പറഞ്ഞൂടെ? राज़िक़ कौन? എന്റെ വാസിക്കാരൻ ചോദിക്കുകയാണെങ്കിൽ कुछ भी बोल सकते नहीं बोल सकते? अब्दुल रहमान, अब्दुल रहीम, अब्दुल करीम, उबैद, ये बोल सकते नहीं बोल सकते? എന്റെ വാസിക്ക് അബ്ദുൾ റഹീമാണ്, അബ്ദുൽ കരീമാണ്, ഉബൈദാണ്, എന്തെങ്കിലുമൊക്കെ പറഞ്ഞൂടെ? बोलिए। എന്താ പറയാൻ പറ്റൂലേ? आप नहीं बोल रहे हैं, लेकिन बोल सकते या नहीं बोल सकते? നിങ്ങൾക്ക് പറഞ്ഞില്ല, അത് പറയാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷെ അങ്ങനെ പറയാൻ പറ്റുമോ ഇല്ലേ? नहीं, उधर तो ला माबूद का जिक्र हो रहा है, माबूद के बारे में। राज़िक़ का मामला क्या है? कुछ भी बोल सकते हैं। ഇതുള്ള ചർച്ച മഅബൂദിനെ പറ്റിയല്ലേ? അപ്പൊ മഅബൂദിനെ പറ്റി നമ്മൾ ആരും പങ്കാളിയാക്കിയിട്ടില്ലല്ലോ. വേറെ കാര്യത്തിൽ നമ്മളിപ്പോ ഒരാളെ പറഞ്ഞാൽ എന്താ കുഴപ്പമുള്ളത്? माबूद के बारे में अगर मैं खिलाफ बोलूंगा तो शिर्क जली हो जाएगा। മഅബൂദിന്റെ കാര്യത്തിൽ വേറെ ആളെ പങ്കാളിയാക്കിയാൽ ജലിയായ ശിർക്കാവും. राज़िक़ के बारे में बोले तो कौन सा शिर्क होता? റാസിഖിയത്തിന്റെ കാര്യത്തിൽ പറഞ്ഞാൽ അത് ഏത് ശിർക്കാണ്? कौन सा शिर्क होता है? शिर्क जली होता है या खफी होता है, क्या होता? അത് ശിർക്ക ജലിയാവോ അതല്ല ശിർക്ക ഖഫിയാവോ, ഏത് ശിർക്കാവുക? अल्लाह वालों का नजर है हम पर, उनका फैजान है, रसूलुल्लाह का सदका है, हमको बतलाए हैं। अरे जो माबूद होता है वही तेरा खालिक भी होता है, वही तेरा मालिक भी होता है, वही तेरा राज़िक भी होता है, वही तेरा हाकिम भी होता है। खुलासे कलाम ये है कि जो माबूद है वही तेरा इलाह है, जो इलाह है वही तेरा माबूद है। അള്ളാഹുവിന്റെ അഹ്ലുകാരുടെ പ്രത്യേകമായ നോട്ടം അള്ളാഹു തആല നമുക്ക് നൽകി. അള്ളാഹു തആല നമ്മളെ അനുഗ്രഹിച്ചു. അവർ നമുക്ക് മനസ്സിലാക്കി തന്നു, ആരാണോ ഖാലിഖെങ്കിൽ അവനെന്നെ ആരാവുള്ളൂ മഅബൂദാവുകയുള്ളൂ, ആരാണോ മാലിക്കെങ്കിൽ അവനെ മഅബൂദാവുള്ളൂ, ആരാണോ റാസിഖെങ്കിൽ അവനെ മഅബൂദാവുള്ളൂ, ആരാണോ ഹാക്കിമെങ്കിൽ അവനെ മഅബൂദാവുള്ളൂ. ഈ ഖാലിഖും മാലിക്കും റാസിഖും ഹാക്കിമുമായി അള്ളാഹനെ മനസ്സിലാക്കിയെങ്കിലേ അള്ളാഹു മഅബൂദാന്ന് പറഞ്ഞേ ശരിയായിട്ടുള്ളൂ. മറ്റുള്ളതൊന്നല്ല. അള്ളാഹു മഅബൂദാന്നുള്ളത് മനസ്സിലാക്കിയിട്ടില്ല, അറിഞ്ഞിട്ടില്ല. ഇങ്ങനെ പറഞ്ഞെങ്കിലേ അള്ളാഹിന്റെ മഅബൂദിയത്തിനെ സ്ഥാപിച്ചവനാവുള്ളൂ. ആരാണ് മഅബൂദ് അവനാണ് ഇലാഹ്, ആരാണ് ഇലാഹ് അവനാണ് മഅബൂദ്. राज़िक़ का भी चर्चा हो तो हमारा यही कैफियत होना चाहिए, वो मेरा अल्लाह। റാസിഖിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് എന്താ ചർച്ചയിൽ വരാൻ പറ്റുള്ളൂ? അതും അള്ളാഹു മാത്രമാണ്. मालिक का जब जिक्र हो तो यही हमारी कैफियत होना, वही मेरा परवरदिगार है। മാലിക്കിയത്തിന്റെ കാര്യത്തിൽ പറയുമ്പോഴും അതും അള്ളാഹു മാത്രമേ ഉള്ളൂ എന്ന് പറയാൻ പറ്റുള്ളൂ. खालिक का जिक्र हो तो यही कैफियत होना, वही मेरा पालनहार है। ഖാലിഖിയത്തിന്റെ കാര്യം വന്നാലും അള്ളാഹു മാത്രമേ എന്നെ സൃഷ്ടിച്ച് പരിപാലിക്കുന്നവരുള്ളൂ. देखो आज हमारा क्या कैफियत है, अल्लाह को सिर्फ माबूदियत का सिर्फ मकाम पर रखने की वजह से, कोई और उसके कमाल को उसमें न देखने की वजह से, सिर्फ बोलने की हद तक है, दूसरों में तलाश करने की वजह से क्या मामला है, कुछ भी कैफियत पैदा हो गई, कुछ मामला पेश आ गया, हमारे अंदर ये कई आवाज नहीं आ रही, हमारे अंदर से हस्बुनल्लाह, हमारे अंदर से आवाज नहीं आ रही है। जब कोई परेशानी आए हमारे अंदर ये कैफियत पैदा नहीं हो रही है, अलैहिस्सलाहु बिकाफिन अब्दा, परेशान। अल्लाह हम सबों को नेक तौफीक अता फरमाए। നമ്മുടെ അള്ളാഹുവിനെ ഒരു ഇബാദത്തിന് വേണ്ടി മാത്രമുള്ള ആ ഇബാദത്തിന്റെ സ്ഥാനത്ത് മാത്രം നിലനിർത്തിയിട്ട് ഒരു മഅബൂദിനുണ്ടാകേണ്ട കമാലിനൊക്കെ അവിടെ നിന്നും അള്ളാഹിനെ മനസ്സിലാക്കാതെ ആ സ്ഥാനത്തൊക്കെ മറ്റുള്ളവരെ മനസ്സിലാക്കി അവരതിന് അവകാശപ്പെട്ടവരായി കണ്ടുകൊണ്ട് ജീവിക്കുന്നതിനാൽ തന്നെ നമ്മൾ അള്ളാഹ്ക്ക് ഇബാദത്തെടുക്കുന്നു എന്ന് പറയുന്നെങ്കിലും നമ്മൾക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ, നമ്മൾക്കൊരു ബുദ്ധിമുട്ട് വന്നാൽ, ഒരാവശ്യം വന്നാൽ ഹസ്ബുനല്ലാഹ് എന്നുള്ള ശബ്ദം നമ്മളെ ഉള്ളിൽ നിന്ന് വരുന്നില്ല. ആ സമയത്ത് അലൈസല്ലാഹു ബികാഫിൻ അബ്ദാ എന്ന് അള്ളാഹു പറഞ്ഞ ഈ എന്റെ അടിമക്ക് അള്ളാഹു മതിയായവരല്ലേ എന്നുള്ള ആ സമാധാന സ്വരം നമ്മുടെ ഉള്ളിൽ വരുന്നില്ല. ഇങ്ങനെ ആയത് എന്തിന്റെ പേരിലാണ്? നമ്മൾ അള്ളാഹുവിനോട് വിവാദത്തിന്റെ വകുപ്പിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. ആ മഅബൂദിന്റെ പ്രത്യേകതകളുടെ അവസ്ഥയിലൊക്കെ നമ്മൾ മറ്റുള്ളവരെയാണ് മനസ്സിലാക്കി വെച്ചിട്ടുള്ളത്.
जब अल्लाह को माबूद कह रहे हैं तो फिर बंदा बेनियाज हो जाना। അള്ളാഹുവിനെ ഒരാൾ മഅബൂദാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന്റെ ആവശ്യ കാര്യങ്ങളിലൊക്കെ അവന് നിരാശ്രയിയായി മാറണം. क्यों बेनियाज होना बंदा? എന്തിന്റെ പേരിലാണ് അവന് ഐശ്വര്യനാകേണ്ടത്? क्यों बेफिक्र होना बंदा? എന്തുകൊണ്ട് വിചാരമില്ലാത്തവനായി മാറണം? मैं ऐसे की वैसे की इबादत नहीं कर रहा हूँ, बल्कि मैं मालिक की इबादत कर रहा हूँ। ഞാൻ ഏതെങ്കിലും ഒരുത്തനെ കുറിച്ചുകൊണ്ട് ഇബാദത്ത് ചെയ്യുകയല്ല ചെയ്യുന്നത്, മറിച്ച് എന്നെ പോറ്റി വളർത്തന്റെ ഉടമസ്ഥനെയാണ് ഞാൻ ഇബാദത്ത് ചെയ്യുന്നത്. मैं मेरे खालिक की इबादत कर रहा हूँ। ഞാൻ എന്റെ സൃഷ്ടാവിനെയാണ് ഇബാദത്ത് ചെയ്യുന്നത്. मैं मेरे राज़िक की इबादत कर रहा हूँ। ഞാൻ എനിക്ക് റിസ്ക് നൽകുന്നവരെയാണ് ഇബാദത്ത് ചെയ്യുന്നത്. मैं मेरे हाकिम की इबादत कर रहा हूँ। ഞാൻ എന്റെ ഹാക്കിം എന്നെ വിധി നടത്തുന്നവനാണ് ഇബാദത്ത് ചെയ്യുന്നത്. हर वो कमाल उसकी तरफ अगर हम मंसूब करके उसकी जात पे अगर हम यकीन पैदा करेंगे तो बंदा फिर परेशान नहीं होगा, बल्कि मुतमईन होकर वो अपनी जिंदगी बसर कर सकेगा। ഈ പറഞ്ഞ കാര്യങ്ങളിലൊക്കെ ഇതൊക്കെ മഅബൂദ് ചെയ്യുന്നവനാണ് എന്ന് മനസ്സിലാക്കി അള്ളാഹുവിലേക്ക് ചേർത്തുകൊണ്ട് ഇബാദത്ത് ചെയ്യുന്നവനാണെങ്കിൽ പിന്നെ അവനൊരു പ്രശ്നം വരുമ്പോഴും അവൻ ബേജാറുണ്ടാകൂല, അവൻ വെപ്രാളപ്പെടൂല, അവൻ മുത്മയിനായിരിക്കും, സമാധാനിയായിരിക്കും, നിരാശ്രയിയായിരിക്കും. तब कहीं हम अपने नफूस का तज़किया करने वाले बनेंगे। അങ്ങനത്തെ അവസ്ഥയിൽ എത്തിയെങ്കിലേ നമ്മുടെ നഫ്സിനെ ശുദ്ധീകരിച്ചവരുടെ കൂട്ടത്തിൽ പെടുള്ളൂ. वो भी कौन से नफ्स? जिस्म से जो ताल्लुक रखता है वो नफ्स के कि हम बदमाशी से बच सकेंगे, हम अपने जिस्म को अल्लाह के मंशा के हिसाब से गुजार सकेंगे। നമ്മുടെ ശരീരത്തോട് ബന്ധപ്പെട്ട നഫ്സേതോ ആ നഫ്സിന്റെ ദുസ്വഭാവങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ടവനായി അപ്പോഴേ നമ്മൾ മാറുള്ളൂ. അപ്പോഴേ അത് രക്ഷപ്പെട്ടു അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്ന ആളുകളായി നമ്മൾ മാറുകയും ചെയ്യുള്ളൂ. समझ में आ रहा है या नहीं? ഞാൻ ഈ പറഞ്ഞത് മനസ്സിലാക്കാം. अल्लाह ताला हमको जो समझ में नहीं आया उसे भी हमें समझने की तौफीक अता फरमाए। മനസ്സിലാകാത്ത കാര്യങ്ങളും അള്ളാഹു തആല മനസ്സിലാക്കാൻ നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. हम यहाँ पर जब तक है मुहासबा करते जाओ अपना कि मेरे अंदर ये खराबियां है या नहीं है तो इसको दूर करो। हमको परेशान होने की जरूरत नहीं है, मायूस होने की जरूरत नहीं। ये खराबी मेरे अंदर है, ये खराबी मेरे अंदर है, ये खराबी मेरे अंदर है। अल्लाह का करम है, अल्लाह हमको हमारा रब भी मिला है तो कैसा मिला है, हमको हमारा रसूल भी मिला है तो कैसा मिला है। हमारे ऐबों को छुपाने वाला, हमारे ऐबों को छुपाने वाला है। अगर हम उससे अपने ऐबों को बयान करेंगे पीरों के वसीले से, तवज्जो से, अल्लाह अगर हम पर फजल फरमा दे तो वो ऐब ही अच्छाई बनकर जाहिर हो जाएंगे। अल्लाह ताला हम सबों को ऐबों को दूर करने की खुद में से तौफीक अता फरमाए। അപ്പോൾ നമ്മളിവിടെ എത്ര ദിവസമുണ്ടോ ആ ദിവസങ്ങളിലൊക്കെ ഈ കേടുകൾ നമ്മളിലുണ്ടെങ്കിൽ, ഈ പറയപ്പെട്ട തകരാറുകളാണ് നമ്മൾ ഉള്ളതെങ്കിൽ അതിനെ ദൂരത്താക്കാൻ പരിശ്രമിക്കുക. അതുണ്ട് എന്ന് കരുതി ബേജാറാവുക, വെപ്രാളപ്പെടുക, നിരാശരാകുകയും ചെയ്യേണ്ടതില്ല. നമ്മൾ അള്ളാഹു തആല ഈ സദസ്സിൽ ഇവിടെ ഈ സ്ഥലത്ത് നിന്ന് എത്തിച്ചിട്ടുണ്ട്. നമ്മൾ അള്ളാഹു എന്ന് പറഞ്ഞാൽ അവനും വളരെ കൃപയുള്ളവരാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും വളരെ ദയാലുവും കൃപയുള്ളവരുമാണ്. അവരുടെ അള്ളാഹിന്റെയും റസൂലിൻ്റെയൊക്കെ അവസ്ഥ, സ്വഭാവം വർണ്ണിച്ചിട്ടൊക്കെ നമ്മളുടെ പോരായ്മകളെ പൂഴ്ത്തി വെക്കുക എന്നവരാണ്. അവർ നമ്മളെ അയവുകളെ മറച്ചു വെക്കുന്നവരാണ്. അതുകൊണ്ട് നമ്മളുള്ള കേട് അള്ളാഹിന് മുമ്പിൽ നമ്മളെ ശരിക്കും തുറന്ന് പറഞ്ഞുകൊണ്ട് അതിനെ നീക്കാനുള്ള പരിശ്രമം, ഒരു സങ്കടം ഉണ്ടാക്കി നമ്മൾ മുന്നേറുകയാണ് എന്നുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് നമ്മളുടെ കുറവുകളെ, പോരായ്മകളെ തന്നെ നമ്മളെ ഗുണങ്ങളും പ്രത്യേകതകളുമാക്കി മാറ്റാൻ അള്ളാഹു തആല മതിയാകണം. सुनते रहेंगे। अल्लाह ताला हम सबों को सुनने से कहीं ज़्यादा अमल की तौफीक अता फरमाए। സമയം പൂർത്തിയായിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഇനിയും അള്ളാഹു തആല ഹയാത്ത് നൽകുകയാണെങ്കിൽ ഇതിന്റെ വിശദീകരണം ഇങ്ങനെ മുന്നോട്ട് മനസ്സിലാക്കുകയും ചെയ്യാം.